ഹലോ എവരി വൺ IOQM 2025 സെറ്റ് എയിലെ 16th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് that f of x and g of x be two polynomials of degree 2 such that f of minus 2 by g of minus 2 is equal to f of 3 by g of 3 is equal to 4 if g of 5 is equal to 2, f of 7 is equal to 12, g of 7 is equal to minus 6. What is the value of f of 5 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയുള്ള രീതിയിൽ തോന്നും. കുറച്ചധികം ഫംഗ്ഷൻസ് പോലെ അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻസ് പോലെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അവർ തമ്മിലുള്ള കോഷ്യൻ്റ് പോലെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, വേറെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കിയേ, എഫ് ഓഫ് മൈനസ് 2 ബൈ ജി ഓഫ് മൈനസ് 2 ഇക്വൽ ടു എഫ് ഓഫ് 3 ബൈ ജി ഓഫ് 3 ഇക്വൽ ടു 4 എന്ന് പറയുന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് 2 ബൈ ജി ഓഫ് മൈനസ് 2 ഇക്വൽ ടു 4 എന്ന് പറയാം. അതുപോലെ തന്നെ എഫ് ഓഫ് 3 ബൈ ജി ഓഫ് 3 is equal to 4 എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് 2 is equal to 4 ടൈംസ് ജി ഓഫ് മൈനസ് 2. ഇവിടെ അതുപോലെ തന്നെ എഫ് ഓഫ് 3 is equal to 4 ടൈംസ് ജി ഓഫ് 3. ഓക്കെ, എഫ് ഓഫ് മൈനസ് 2 ആ 4 ജി ഓഫ് മൈനസ് 2 ഇങ്ങോട്ട് കൊടുത്താൽ മൈനസ് 4 ജി ഓഫ് മൈനസ് 2 is equal to 0. ഇവിടെ എന്ത് വരും? എഫ് ഓഫ് 3 മൈനസ് 4 ടൈംസ് ജി ഓഫ് 3 is equal to 0. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഫംഗ്ഷനെ എനിക്ക് വേണമെങ്കിൽ ഒരു ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് 4 ടൈംസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, ഇവിടെ 0 അല്ലേ ഓൾവേസ് കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ച് ഓഫ് എക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 0 കൊടുത്താൽ പോരെ? അത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഈ ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് -2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് 0 കിട്ടുന്നുണ്ട്, 3 ഇട്ട് കൊടുക്കുന്ന സമയത്ത് 0 കിട്ടുന്നുണ്ട്. ദാറ്റ് ഡസൻ മീൻ എനി വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 0 കിട്ടണമെന്നില്ല. വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മറ്റൊരു പോളിനോമിയൽ എന്ത് ചെയ്യാം, അവിടെ കിട്ടാം. സോ അതുകൊണ്ടാണ് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തത്. നമുക്കറിയില്ല, കാരണം 2 വാല്യൂസിൽ കിട്ടുമെന്ന് നമുക്കറിയാം, പക്ഷേ എല്ലാ വാല്യൂസിലും കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ഇത് ഡിഗ്രി 2 ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഡിഗ്രി 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ -2ഉം ഈ 3യും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വാല്യൂ, അതായത് എച്ച് ഓഫ് എക്സിന് പകരം ഇവിടെ 0 കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, എച്ച് ഓഫ് എക്സ് എന്നുള്ളതും ഒരു സെക്കൻഡ് ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയലാണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് എക്സിൻ്റെ 2 സീറോസ് ആണ് ഇവർ 2 പേരും എന്നുള്ളത്, -2ഉം 3യും അല്ലേ? കാരണം നമുക്കറിയാം, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ടോട്ടൽ വാല്യൂ 0 ആയി മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ -2 എന്ന് പറയുന്ന ഒരു വാല്യൂവിന് ഇട്ട് കൊടുത്തപ്പോഴും 3 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്ത സമയത്തും നിങ്ങൾക്ക് ഇവിടെ എച്ച് ഓഫ് എക്സിന് പകരം 0 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു കംപ്ലീറ്റ് എക്സ്പ്രഷൻ്റെ വാല്യൂ 0 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ എച്ച് ഓഫ് എക്സിൻ്റെ 2 സീറോസ് ആണ്, എച്ച് ഓഫ് എക്സിന് 2 സീറോസ് ആണ് -2ഉം 3യും. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ്, ക്യൂബിക് ഇക്വേഷൻ, ക്യൂബിക് ഫംഗ്ഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇതേ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ കേസിൽ ഇതേപോലെ തന്നെയാണ്, സീറോസ് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളെ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനായിട്ട്, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലായിട്ട് എഴുതാൻ പറ്റും. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. കാരണം എന്താ? നിങ്ങൾ നോക്കിയേ, ഈ ഇക്വേഷന് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കെ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. എക്സ് പ്ലസ് 2 0 ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 3 0 ആവാം. എക്സ് പ്ലസ് 2 0 ആവണമെങ്കിൽ എക്സ് ആരായിട്ട് മാറണം? -2 ആയിട്ട് മാറണം. എക്സ് മൈനസ് 3 0 ആവണമെങ്കിൽ എക്സ് ആരായിട്ട് മാറണം? 3 ആയിട്ട് മാറണം. അപ്പോൾ ആ കണ്ടീഷനിൽ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂ തന്നെ എഫ് ഓഫ് എക്സ് മൈനസ് 4 ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. റെഡി അല്ലേ? ഇനി നിങ്ങൾക്ക് ഇവിടെ എഫ് ഓഫ് 7 തന്നിട്ടുണ്ട്, ജി ഓഫ് 7 തന്നിട്ടുണ്ട്. ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് എച്ച് ഓഫ് 7 കാണാൻ പോവാണ്. എച്ച് ഓഫ് 7 നമുക്കറിയാം, എച്ച് ഓഫ് 7 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 7 മൈനസ് 4 ഇൻറ്റു ജി ഓഫ് 7 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് 2, എക്സ് എന്ന് പറഞ്ഞാൽ 7 ആണ്, അപ്പോൾ 7 പ്ലസ് 2 ഇൻറ്റു 7 മൈനസ് 3. റെഡി? എഫ് ഓഫ് 7 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 12 ആണ്, മൈനസ് 4 ഇൻറ്റു ജി ഓഫ് 7 മൈനസ് 6 ആണ്, ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 7 പ്ലസ് 2 9 ആണ്, ഇൻറ്റു 7 മൈനസ് 3 4 ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുക 12 പ്ലസ് 4 ഇൻറ്റു -4 ഇൻറ്റു -6 എന്ന് പറയുമ്പോൾ 24 ആണ്, ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 9 ഇൻറ്റു 4, അല്ലെങ്കിൽ കെ ഇൻറ്റു 9 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 36. ഓക്കെ, അപ്പോൾ 12 പ്ലസ് 24 എന്ന് വരും 36, ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 36 കട്ടായി ഇവിടെ ബാക്കി 1 ഉണ്ടാവുള്ളൂ. സോ കെ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. കെയുടെ വാല്യൂ കിട്ടി 1 ആണ് അല്ലേ? അപ്പോൾ എച്ച് ഓഫ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് 4 ജി ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് 7 എഫ് ഓഫ് 7 മൈനസ് 4 ജി ഓഫ് 7. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആണല്ലോ.
അതിൽ കെ 1 ആയതുകൊണ്ട് തന്നെ എച്ച് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് 3 ആണ് എന്ന് പറയാൻ പറ്റും അല്ല. എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് 3 എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ആവും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവും. അതിലോട്ടൊന്നും പോകണ്ട. നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്? എഫ് ഓഫ് 5 ആണ്. എഫ് ഓഫ് 5. അപ്പോൾ ഞാൻ എച്ച് ഓഫ് 5 കണ്ടു നോക്കുകയാണ്. എച്ച് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 5 മൈനസ് 4 ഇൻറ്റു ജി ഓഫ് 5 ആണ് അല്ലേ? കാരണം എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് 4 ജി ഓഫ് എക്സ് ആണ്. ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 5 പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 5 മൈനസ് ജി ഓഫ് 5ൻ്റെ വാല്യൂ ക്വസ്റ്റിൽ വന്നിട്ടുണ്ട് 2 ആണ് ജി ഓഫ് 5. അപ്പോൾ എന്ത് ചെയ്യും? 4 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 5 പ്ലസ് 2 7 ആണ് ഇൻറ്റു 5 മൈനസ് 3 2 ആണ്. സോ എഫ് ഓഫ് 5 മൈനസ് 8 ഇസ് ഈക്വൽ ടു 14. സോ എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 8 അങ്ങോട്ട് പോയാൽ 14 പ്ലസ് 8 ദാറ്റ്സ് ഈക്വൽ ടു 22. That's equal to 22. Therefore, we can say that f of 5 is equal to 22. So 22 is the answer. Okay, f of 5 in the value 22 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.